വെൽക്കം ബാക്ക് ടു ദ GTS ഗെയിമിംഗ് രീതി വന്ന് ഞാൻ എന്തിനാ അത്ര ഒച്ചയ്ക്ക് പറയുന്നത്. അപ്പോൾ ദിസ് ഇസ് ആസ് ഇവിടെ നമ്മുടെ ടീം ഉണ്ട്. അപ്പോൾ ഗൈസ് നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് അപ്പോൾ നിങ്ങൾ 2-3 ദിവസമായിട്ട് നന്നായിട്ട് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എല്ലാ വീഡിയോയ്ക്കും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാക്കി എല്ലാം എസ് പറയും. അപ്പോൾ ഗൈസ് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഡിഫറെൻ്റ് അടിച്ചു മാറ്റുന്നതായിരുന്നു നമ്മൾ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് സുഹൃത്തുക്കളെ നമ്മൾ ഇന്ന് എന്തുവാ ഒരു ബുള്ളറ്റ് അടിച്ച് മാറ്റാൻ പോകുന്നത്. രാവിലെ തന്നെ സോയിൽ തന്നെ വിളിച്ച് കാലത്ത് കണ്ടോ മഞ്ഞൊക്കെ മൂടിക്കിടക്കുക. അപ്പം കാലത്ത് തന്നെ അവൻ വിളിച്ചിട്ട് പറഞ്ഞ് എടാ നീ ഒരു 10 മണി അതായത് രാവിലെ 10 മണിയാകുമ്പോൾ ഒരു വീട്ടിൻ്റെ അങ്ങോട്ട് പോകണമെന്ന് പോയിട്ട് ഒരു ബുള്ളറ്റ് എടുക്കണമെന്ന്. ആ ബുള്ളറ്റിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ സ്പടികത്ത് മോഹൻലാൽ ഒടിച്ച ബുള്ളറ്റാണ്. അപ്പം ആ ബുള്ളറ്റ് നമ്മുടെ ഒരു ഭയങ്കര ഇവിടെ ഒരു റിച്ചസ്റ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ഉണ്ട്. അപ്പം പുള്ളിക്കാരൻ കയപ്പൂരി ഫാമിലി എന്നാണ് അവരുടെ പേര്. അപ്പോൾ ആ ഫാമിലി ഭയങ്കര റിച്ചാണ്. അപ്പം അവരൊരു വെക്കേഷനിൽ പോയേക്കുവാണ്. അപ്പം നമുക്ക് ആ ബുള്ളറ്റ് എത്രയും പെട്ടെന്ന് അടിച്ചു മാറ്റിയിട്ട് നമുക്ക് റിച്ചാണോ വീണ്ടും ബട്ട് ഇപ്പം തന്നെ ഭയങ്കര ബാഗിൽ കുറേ പൈസ ഉണ്ട്. പക്ഷേ നമ്മൾ വി ആർ ദ മോസ്റ്റ് റിച്ചസ്റ്റ് പേഴ്സൺ എന്ന് നമുക്ക് ആകണം. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ ഇടുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടിങ്ങിനാണ് ഞങ്ങളുടെ ഓരോരോ ഇത് വരുന്നത്, ഞങ്ങളുടെ ഓരോരോ ഇത് വരുന്നത്, എന്തുവാ വീഡിയോസ് വരുന്നത്. നിങ്ങളുടെ സപ്പോർട്ടിങ്ങാണ് ഞങ്ങൾക്ക് ഇത്രയും നല്ല നിലയിൽ എത്താൻ പറ്റുന്നത്. അപ്പോൾ താങ്ക് യു ഫോർ ദ സപ്പോർട്ട്. പിന്നെ ഇനിയും നിങ്ങൾ ഇപ്പോൾ തന്നെ 20 സബ്സ്ക്രൈബേഴ്സ് ആയതിനകത്ത് അത് നല്ല വലിയ സന്തോഷമുണ്ട്. അത് നിങ്ങൾ ഇനി 100ഉം അതിനെ മണ്ടയിലോട്ട് വാക്കാൻ നിങ്ങളുടെ സഹായിക്കണം. അപ്പോൾ ബാക്കി പറഞ്ഞു. അപ്പോൾ ഗൈസ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പം അവൻ പറഞ്ഞത് ഒരു 10 മണിയാകുമ്പോൾ ഇപ്പം 5 മണിയായി. ഇപ്പം ഞാനത് കിടന്നൊക്കെ ഉറങ്ങിയിട്ട് വരാം. ഞാനിങ്ങനെ രാവിലെ അങ്ങനെ എണീക്കാറില്ല. പിന്നെ ഡ്യൂട്ടിയുള്ള ദിവസം, ഇന്ന് ഡ്യൂട്ടിയുള്ള ദിവസം അല്ലാത്തതുകൊണ്ട് ഇന്ന് ലേറ്റായിട്ടാണ് ഇപ്പോൾ കിടക്കുന്നത്. അപ്പോൾ ഞാൻ 10 മണിക്ക് കാണാം. അപ്പോൾ 10 മണിക്ക് കാണാം. ഗൈസ് 10 മണി. അപ്പോൾ ഗൈസ് നല്ലൊരു ഉറക്കം കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് നേരെ മിഷൻ ചെയ്യാം. എല്ലാം ഇന്ന് സോഹത്തിൻ്റെ കയ്യിൽ നിന്ന് തെറി കേൾക്കണം. അപ്പോൾ നേരെ പോകാം. ഓക്കെ ഗൈസ്, നമ്മുടെ പ്രദീപിൻ്റെ വീട്ടിൽ പോയി നമ്മുടെ മിഷൻ എൻ്റെ മോനെ ഗൈസ് പ്രദീപ് ഒരു വണ്ടി എടുത്ത് KTM മറ്റേ ഡ്യൂക്ക് നമുക്കൊന്ന് ഓടിച്ച് നോക്കാവേ. ഇപ്പം തന്നെ ഓടിക്കാം, സമയമില്ല. ഓ കിട്ടില്ല സാധനം ഒച്ച കേട്ടോ എൻ്റെ മോനെ അല്ലടാ കിട്ടില്ല. അവിടെ പറഞ്ഞു RC-നെക്കാളും വലുതാ. അറിയില്ല, നമുക്ക് ഇങ്ങനെ ഒരെണ്ണം എടുക്കണം. പക്ഷെ RC-ൻ്റെ അത്ര ഒന്നും വരില്ല. 2 ഈഗിളിൻ്റെ കണ്ണൊക്കെ പോലെ കിടില്ല നമ്മുടെ RC അല്ലേടാ. ഓക്കെ, നമുക്കിവിടെ എന്നാലും പ്രദീപ് നല്ലൊരു വണ്ടി എടുത്തു. പ്രദീപിന് ഡിഫൻഡറൊക്കെ ഉള്ളതാണ്. അതൊക്കെ അങ്ങ് അപ്പുറത്തെ ഒരു സ്ഥലത്ത്, അതായത് നമ്മുടെ ഇവിടെ ഒരു രഞ്ജായം എന്ന് പറഞ്ഞിട്ടുള്ളൊരു വില്ലേജും കൂടെ ഉണ്ട്. അവിടെ അവിടെ അവൻ റിച്ച്, ഇവിടെ അവൻ പ്രോറ. അപ്പം ഗൈസ് നമുക്ക് തന്നെ മിഷൻ സൈക്കിൾ എടുക്കാം. മിഷൻ സൈക്കിൾ ഇവിടെ ഇട്ടിട്ടുണ്ടെന്നാണ് പ്രദീപ് പറഞ്ഞു. ഓക്കെ, എടുത്തിട്ടുണ്ട്. നേരെ വീട്ടിലോട്ട് ആ കൈപ്പുരിക്ക് ഫാമിലി മറ്റേ നമ്മൾ ആ ഡിഫൻഡർ അടിച്ച് മാറ്റുന്നതിനേക്കാളും ഭയങ്കര ബെസ്റ്റ് ഫാമിലിയാണ്. ഈ സിറ്റിയിലത്തെ ഏറ്റവും ബെസ്റ്റ് ഫാമിലിയാണ് അവർ. ഇപ്പം അവർ പോയത് ഞാൻ കണ്ടതാണ്. അവർ പോയത് ഒരു റോൾസ് റോയ്സിൽ, ഒരു ഡിഫൻഡറിൽ, ഒരു ലഫെരാറിയിൽ, പിന്നെ ഒരു എന്തുവായിരുന്നു അതിൻ്റെ പേര്, മറ്റേ G-Wagon-ലും പോയി. ഒരു ലംബോർഗിനി ഉണ്ടായിരുന്നെന്നാണ്, ഒരു ലംബോർഗിനി ഹുറാക്കാനും ഉണ്ടായിരുന്നു. അപ്പം ഗൈസ് നമ്മൾ ഇന്നും ജാമർ വെച്ച് എൻ്റെ തോറുണ്ടോ അതേസമയം നമ്മുടെ പ്രദീപ് എന്നത്തെ പോലെ ഇവിടെ ജാമറും ഇത് നെറ്റ്വർക്കൊക്കെ കളഞ്ഞിട്ടുണ്ട്. അപ്പം ഇവിടുത്തെ CCTV ഒന്നും കാണുന്നില്ല. ഇവിടെ ബുള്ളറ്റ് ഞാൻ താറെയുള്ളു. എടാ മോനെ കിടിലൻ സാധനം. കിടപ്പ് കണ്ടില്ല സാധനത്തിൻ്റെ. അപ്പോൾ ഒട്ടും ടൈമിൽ നമുക്ക് നേരെ ഈ സാധനം എടുത്തുകൊണ്ട് പോകാൻ. ജാമർ പോകുന്ന മുമ്പ് നമുക്ക് പോകാം. പടിയത്തിൽ ലാലേട്ട യൂസ് ചെയ്ത വണ്ടിയാണ്. എനിക്ക് വയ്യ. ഈ സൈക്കിൾ ഇപ്പം നമുക്ക് ബ്ലോയപ്പ് ചെയ്യാം, അല്ലാതെ വേറെ വഴിയൊന്നുമില്ല. കാരണം പറഞ്ഞാൽ ബ്ലോയപ്പ് ചെയ്ത ഇത് പൊട്ടുമൊന്നുമില്ല. ഇത് ഏതെങ്കിലും മൂലയ്ക്ക് പോയി കിടക്കും. കാണുമെന്ന് പറഞ്ഞാൽ നമുക്ക് ടൈമില്ല.
അപ്പം ഇതൊന്നും എടുത്ത് മാറ്റിയിടാനൊന്നും എനിക്ക് വയ്യ. അപ്പം നമുക്ക് ബ്ലോ അപ്പ് ചെയ്യാം. എനിക്ക് എൻ്റെ ബുള്ളറ്റ് വെച്ചിടട്ടെ, എൻ്റെ ബുള്ളറ്റും കൂടെ കത്തും. ഗേറ്റിൻ്റെ പുറത്തോട്ടിടാം, എന്നിട്ട് ബ്ലോ അപ്പ് ചെയ്യാം. മാസ് കാണിക്കാം അല്ലേടാ. ആ താരം കൂടെ ബോംബിടായിരുന്നു, വേണ്ടല്ലേ, പാവല്ലേ. അപ്പം ഷോ ഓക്കെ. ഓ എനിക്ക് വയ്യ, ആളെ പൊട്ടല് തുടങ്ങിയിട്ടുണ്ട്. ഞാനോളത്തെ ഗൈസ്. അപ്പം നമുക്ക് നമ്മുടെ സോയിത്തിൻ്റെ വീട്ടിൽ കൊണ്ടുവിടാൻ, അവൻ അമേരിക്കയിലാണ്. അപ്പോൾ അവൻ്റെ പഴയ വീട്ടിൽ അവൻ്റെ ഗാച്ച് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അവൻ്റെ പഴയ വീടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇങ്ങ് വേണ്ട അവിടെ ആ മൂലയ്ക്കാണെന്ന് വീടാണ്. അവനിപ്പോൾ റിച്ച ഗൈസ്, അവനൊരു മാഫിയ തന്നെയാണ്. നമ്മുടെ പ്രദീപിൻ്റെ അതേ പ്രദീപിനെ പോലെ ഒരു മാഫിയാണ് അവന്. സോ ഇന്നത്തെ വീഡിയോ അത്ര ലെങ്തി അല്ലെങ്കിലും നിങ്ങൾക്ക് വൈബ് ചെയ്യാൻ പറ്റിയത് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അതിൻ്റെ കാച്ച് ഇവിടെ വരുമെന്ന് പറഞ്ഞായിരുന്നു. അപ്പം നമുക്ക് ഈ വണ്ടി ഇവിടെ കൊണ്ടിടാം. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്താമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഗൈസ് അതിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. ഇനി 2-3 ദിവസം ഈ മൺഡേയിലൊക്കെ നമ്മൾ ഇനി കണ്ടിന്യൂസ് വീഡിയോ ഇടുന്നതാണ്. ഈ പൂജവെപ്പൊക്കെ കാരണം നമ്മൾ എന്തായാലും വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഗൈസ്.